സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളിലെ ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ല എന്ന് പരാതി. കോവിഡ് സാഹചര്യത്തിൽ അധിക ജോലി ചെയ്യേണ്ടി വരുമ്പോഴും അതിന്റെ പരിഗണന ഇവർക്ക് കിട്ടുന്നില്ല. കോവിഡ് സാഹചര്യത്തിൽ പകൽ 9 മണിക്കൂറും രാത്രി 12 മണിക്കൂറും തുടർച്ചയായി സേവനമനുഷ്ഠിക്കുന്നവരാണ് വൃദ്ധസദനത്തിലെ ജീവനക്കാർ. വൃദ്ധരെ പരിചരിക്കുന്ന സ്ഥാപനമായതിനാൽ ഇവർക്ക് പുറത്തുപോകാൻ അനുവാദമില്ല. സംസ്ഥാനത്ത് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 സർക്കാർ ഓൾഡ് ഏജ് ഹോമുകളാണുള്ളത്. ഇവയിൽ 800-ലേറെ പേർ അന്തേവാസികളായുണ്ട്. ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന നഴ്സുമാർ, കെയർ സർവീസ് പ്രൊവൈഡർമാർ തുടങ്ങിയവരടങ്ങുന്ന ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് 6 മാസത്തിലേറെയായെന്നാണ് പരാതി. ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഒരു തവണ പോലും ഉത്സവ സീസണിൽ ലഭിക്കുന്ന ഉത്സവബത്ത ലഭ്യമായിട്ടില്ലെന്നും ജീവനക്കാർ പറയുന്നു. വളരെയേറെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പകൽ 9 മണിക്കൂറും രാത്രി 15 മണിക്കൂറുമായി ഞങ്ങൾ ജോലി ചെയ്തു വരികയാണ്. ഞങ്ങൾക്ക് സാലറി കിട്ടിയിട്ട് ഏതാണ്ട് ഒരു 6 മാസത്തോളമായി. 2019 ഒക്ടോബർ മാസത്തെ ശമ്പളം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ഗ്രാന്റ് അനുവദിക്കുന്നതിലും സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാട്ടുന്നതെന്ന പരാതിയും നിലവിലുണ്ട്. കോവിഡ് സാഹചര്യത്തിലും ജില്ലാ സാമൂഹിക നീതി ഓഫീസറുടെ സ്ഥിരം തസ്തികകൾ ഒരു ജില്ലയൊഴികെ മറ്റു ജില്ലയിലെല്ലാം ഒഴിഞ്ഞുകിടക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം കരുവാങ്കലിൽ ഗൃഹോപകരണ വിൽപ്പനശാലയ്ക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീയണച്ചു. CP ഹോം സപ്ലൈസ് എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. കടയും 3 നില കെട്ടിടവും പൂർണ്ണമായും കത്തി നശിച്ചു. 1 കോടി രൂപയിൽ കൂടുതൽ നഷ്ടം കണക്കാക്കുന്നു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. വയർലെസ് സെറ്റിലെത്തിയ അജ്ഞാത സന്ദേശം കേട്ട് 6 പേരുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായ ഒരു പോലീസുകാരനുണ്ട് കോഴിക്കോട്ട്. കസബ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ VP പവിത്രൻ. ഉൾക്കടലിൽ ബോട്ട് തകർന്ന മരണത്തെ മുഖാമുഖം കണ്ട തിരുവനന്തപുരം സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് പുതുജീവിതമാണ്. മുഹമ്മദ് ഷഹീദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ VP പവിത്രൻ പാറാവ് ഡ്യൂട്ടിക്കിടെയാണ് വയർലെസ് സെറ്റിലൂടെ അസാധാരണമായ ആ സന്ദേശം കേട്ടത്. ബോട്ട് അപകടത്തിൽപ്പെട്ടവർ രക്ഷിക്കാൻ വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനയായിരുന്നു ആ സന്ദേശം. പവിത്രൻ ഉൾപ്പെടെയുള്ളവരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് 6 മനുഷ്യജീവനുകൾ ഇന്ന് ജീവനോടെ നിലനിൽക്കുന്നത്. ഒരു മെസ്സേജ് കസബ പോലീസ് സ്റ്റേഷൻ്റെ വയർലെസ് സെറ്റിലേക്ക് വരികയാണ്. പോലീസ് കൺട്രോൾ റൂം ഞങ്ങളുടെ ബോട്ട് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മെസ്സേജാണ്. ഈ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പോലീസ് കൺട്രോൾ റൂമിനോട് കൊടുക്കുന്ന മെസ്സേജാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് നേരത്തെ കൺട്രോൾ റൂം ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഞാൻ കൺട്രോൾ റൂമിലെ ഫോണിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയോ? ഇങ്ങനൊരു മെസ്സേജ്, അലർട്ട് മെസ്സേജ് വന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഈ കുറച്ച് സമയത്തേക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഇതേ ഘട്ടത്തിൽ തന്നെ ഞാനും എനിക്ക് അറിയാവുന്ന സുഹൃത്തായ ഒരു മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ഫിഷറീസ് പോലീസിലെ ഒരാളെ എനിക്കറിയാം, ബിജു എന്ന് പറയാം. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കടലിലുണ്ട്, പെട്രോളിങ്ങിലാണ്, കൊയിലാണ്ടി ഭാഗത്താണുള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ഞങ്ങൾ ഇത് ഇൻ്റർനെറ്റ് സിസ്റ്റം വഴി ഫിഷർമാൻമാരുമായിട്ട് മത്സ്യബന്ധന തൊഴിലാളികളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവരൊരു ഇൻ്റർണൽ സിസ്റ്റം വഴി മത്സ്യബന്ധന ബോട്ടുകൾക്ക് മെസ്സേജ് കൊടുത്ത് എവിടെ ഒരു അപകടം സംഭവിച്ചിരുന്നു. ആദ്യം മത്സ്യത്തൊഴിലാളികളാണ് അവിടെ എത്തുന്നത്. 2 തോണികളെ അവിടെ എത്തുകയും ഇവരെ പിക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. അപകടം നടന്നത് കടലുണ്ടി തീരത്ത് നിന്നും 24 കിലോമീറ്റർ ഉൾക്കടലിലാണ്. അപകടം സംഭവിച്ചു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ തന്റെ സഹപ്രവർത്തകർക്ക് ആത്മധൈര്യം നൽകി അവരെ പിടിച്ചു നിർത്തിയത് ബോട്ടിന്റെ സ്രാങ്ക് സേവ്യറാണ്. കാറ്റും കോളും നിറഞ്ഞ ആ പകൽ എന്താണ് സംഭവിച്ചതെന്ന് സേവ്യർ തന്നെ നമ്മോട് പറയും. ഒരു രാത്രിക്ക് കപ്പൽ ബോട്ടൊക്കെ നോക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ചങ്ങാതി കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരനെ എഞ്ചിനിക്ക് വിളിച്ചിട്ട് ഞാൻ 1 മണിക്കൂർ കിടന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് എന്നെ എണീപ്പിക്കുന്നു. ഞാൻ വരാമെന്ന് പറഞ്ഞു എഞ്ചിനിക്ക്. അപ്പോൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിയും എന്നെ എണീപ്പിക്കുന്നുണ്ട്. അത് ബോട്ടിൽ വജ്ജിൽ വെള്ളം കയറി താന്നു പോകുന്നു. എണീക്കാൻ ഞാൻ തമാശനാണ് ചെയ്യാന്ന് ചോദിച്ചു. അണ്ണാ എണീക്കണം, താന്നു പോകുന്നു. അങ്ങനെ എണീച്ച് നോക്കുവാണെങ്കിൽ കണ്ട പാടാൻ ഞാൻ പേടിച്ച്. ടൈറ്റാനിക് കപ്പൽ മുങ്ങി അണിയും ഫ്രണ്ട് താഴോട്ട് പോകുന്ന പോലെ ഇത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പൊട്ടിയ ഭാഗം കണ്ടല്ലോ, അത് ഇവിടെയാണ് പൊട്ടെല്ലാം ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ കണ്ണു മുമ്പിൽ ആരും ഞങ്ങൾ അടുത്ത ഇതുവരെ എത്തിയിട്ടില്ല, കാണുന്നുമില്ല ആരെയും.
അങ്ങനെ ഇരിക്കുമ്പോഴും ഇനി ഇത് വയർലെസ്സിലെ ആട്ടോ ചാനലിട്ട് 55ാമത്തെ ചാനലിൽ പോകുമ്പോൾ പോലീസ് കൺട്രോൾ സംസാരിക്കുന്നുണ്ട്. പോലീസ് കൺട്രോൾ ഞാൻ സംസാരിച്ച് അവർ തീർന്നതിന് ശേഷം ഞാൻ വയർലെസ്സിൽ സംസാരിക്കും. ഞാൻ സാറേ ഇങ്ങനെയാണ് കടലിൽ ഞങ്ങൾ മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ്, ഇങ്ങനെ തോണി പൊട്ടി താന്നുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. കോവിഡ് മഹാമാരിയെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ട് 6 മാസമാകുന്നു. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയിരുന്ന മഴക്കാലവും മധ്യവേനലവധിയും ഇപ്പോൾ ഓണക്കാലവും കൈവിട്ടതോടെ കനത്ത നഷ്ടമാണ് ഉണ്ടായത്. കോരിച്ചൊരിയുന്ന മഴക്കാലത്ത് അതിരപ്പള്ളിയിലേക്കുള്ള യാത്ര സഞ്ചാരികൾക്ക് അവിസ്മരണീയ അനുഭവമാണ്. മഴക്കാലത്താണ് അതിരപ്പള്ളി ഏറ്റവും മനോഹരിയാവുക. നിറഞ്ഞു പതഞ്ഞൊഴുകുന്ന അതിരപ്പള്ളി കാണാൻ ഇത്തവണ ഒരൊറ്റ വിനോദസഞ്ചാരി പോലും ഇങ്ങോട്ടെത്തില്ല. കോവിഡിനെ തുടർന്ന് മാർച്ച് 11-നാണ് അതിരപ്പള്ളി അടയ്ക്കുന്നത്. മധ്യവേനൽ അവധിയും മൺസൂൺ കാലവും പിന്നിട്ട് ഓണക്കാലത്തും അതിരപ്പള്ളിയും വാഴച്ചാലും തുറന്നില്ല. സാധാരണ ദിവസങ്ങളിൽ 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനുമിടയിൽ വരുമാനം ലഭിക്കുമായിരുന്നു. അവധിക്കാലത്ത് ഇത് ശരാശരി 5 ലക്ഷം എത്തും. ഇത്തവണ കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സമീപത്തെ റിസോർട്ടുകളും അടഞ്ഞുകിടക്കുകയാണ്. ഓരോ സാമ്പത്തിക വർഷവും 5 കോടിയോളം രൂപയാണ് വരുമാനമായി സർക്കാരിലേക്ക് അടയ്ക്കാറുള്ളത്. എല്ലാ വർഷവും മഴക്കാലത്ത് വരാറുള്ളതാണ് അതിരപ്പള്ളി നിറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്രാവശ്യം ഈ കൊറോണ കാരണം നമുക്ക് ഉള്ളിലോട്ട് കടന്ന് കാണാനുള്ള അനുമതി ഇല്ല. അടുത്ത വർഷം ഇത് കൊറോണ എല്ലാം മാറി വീണ്ടും ഉള്ളിലോട്ട് കടക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടിക്കറ്റ് നിരക്കിൽ നിന്നാണ് താൽക്കാലിക ജീവനക്കാർക്കും വേതനം നൽകുന്നത്. വനസംരക്ഷണ സമിതിയാണ് ജീവനക്കാരെ നൽകുന്നത്. പകുതിയിലധികം പേർക്കും ജോലിയില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നെങ്കിലും വനസംരക്ഷണ സമിതി അനുവദിച്ചില്ല. ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.